ഹായ് ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗായ്സ്, നാളെ ഉസ്താദ്മാരെ ചെലവാണ്. അപ്പം തന്നെ ഞങ്ങള് എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പൊ നാളത്തെ രാവിലത്തേക്ക് ഗ്രീൻ പീസ് ആണ് കേട്ടോ കറി വെക്കണത്. അപ്പൊ ഇനി ഇതൊന്ന് കുതിർത്ത് വെക്കട്ടാ. അപ്പൊ ഇതാ ഓയിലിന്റെ കുപ്പിയൊക്കെ ഒഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പൊ ഇനി ഇതൊന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ച് വെക്കാം. അപ്പം ഞാനിതാ വെളുത്തുള്ളി കുരിച്ച് വെക്കാണ് കേട്ടോ. നാളത്തേക്കുള്ള ബാങ്ക് വിളിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് സംസാരിക്കാത്തത്. അവിടെ പിള്ളേ അപ്പം നാളത്തേക്കുള്ള വെളുത്തുള്ളി ഇന്ന് തന്നെ റെഡിയാക്കി വെക്കാണ് കേട്ടോ. അപ്പം പിന്നെ രാവിലെ നമുക്ക് പണിയൊന്നുമില്ലല്ലോ. പിന്നെ ഒറ്റയ്ക്കുള്ളവർക്കെല്ലാം സുഖമാണ്. രാവിലെ തന്നെ തലേന്ന് തന്നെ ഉസ്താമാരുടെ ചെലവിന്, നാളെ ഉസ്താമാരുടെ ചെലവാണെങ്കിൽ ഇന്ന് തന്നെ അങ്ങോട്ട് എല്ലാ പണികളും ഒരുവിധമൊക്കെ തീർത്ത് വെക്കട്ടാ. ഞാൻ വെളുത്തുള്ളി നാളെ കറിക്കുള്ളതും അച്ചാറിടാനുള്ളതൊക്കെ വെളുത്തുള്ളി ഇഞ്ചൊക്കെ അങ്ങനെ തൊലി കളഞ്ഞ് വെക്കാൻ കേട്ടോ. അപ്പോൾ നല്ല കൈകി ഫ്രഷ് ആക്കിയാണ്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ പിന്നെ രാവിലെ എടുത്തിട്ട് നമുക്ക് വേറൊരു പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. ഉപ്പേരിക്കുള്ളതിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ജോലി എളുപ്പമാകാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്ത് വെച്ചെന്നാവോ. ഇതാ കേബേജ് ഉപ്പേരി ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുളകും കൂടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഗ്രീൻ പീസിനുള്ള പിന്നെ തക്കാളി, സവാള, പച്ചമുളക് അതും കൂടി കട്ട് ചെയ്ത് വെച്ച്. അപ്പോൾ ഉച്ചത്തേക്കും രാവിലത്തേക്കും കൂടിയിട്ടുള്ള തേങ്ങയും കൂടി അടിച്ച് വെച്ച്. അപ്പോൾ ഇതാ കറിക്കും അച്ചാറിനും കൂടിയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഒന്ന് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഗ്രീൻ പീസ് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലത്തേക്കുള്ളതാണ്. പിന്നെ ഓയിലിൻ്റെ കുപ്പിയൊക്കെ ഒഴിഞ്ഞിട്ടുന്നതാണ്. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്ത് പിന്നെ ഇതാ വെള്ളപ്പത്തിനുള്ള മാവ് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ രാവിലെ കറണ്ടൊക്കെ പോയാൽ നമുക്കൊരു സമാധാനമാണ്. എന്ന് വെച്ചാൽ തേങ്ങ മിക്സിയിലിട്ട് വെച്ചതൊക്കെ പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യൊന്നും വേണ്ടല്ലോ, കറണ്ട് വരുള്ളൂ. അപ്പോൾ പണികളൊക്കെ ഏകദേശം തീർത്തൊക്കെ വെച്ച് ഇനിയിപ്പോൾ രാവിലെ പണികളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കഴിച്ചെടുക്കാം. അപ്പോൾ ഒരാൾ 4 ഉസ്താദുമാരുണ്ട് കേട്ടോ നാളെ. അപ്പോൾ പിന്നെ ഒരാളാകുമ്പോൾ നമുക്ക് ഈ പണി ആ പണി എല്ലാം കൂടി കുട്ടികളെ നോക്കലെല്ലാം കൂടി പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം, ഒരാളൊക്കെ ആകുമ്പോൾ വീട്ടിൽ നമുക്ക് പിന്നെ നമ്മളെ രാവിലത്തെ പണികളും ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ സാവധാനം ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ പിന്നെ രാവിലത്തേക്ക് ഒരു സമാധാനമാണ്. അപ്പോൾ മീൻ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അക്കാക്ക. അപ്പോൾ രാവിലെ പോയിട്ടോ അല്ലെങ്കിൽ ഇന്ന് രാത്രി പോയിട്ടോ ഫ്രഷ് മീൻ വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അതൊന്ന് കട്ട് ചെയ്ത് വെച്ചാൽ മതിയല്ലോ, കൈകി കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ ആ പണി അങ്ങോട്ട് തീരും. അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ കാണാം കേട്ടോ. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നലെ എല്ലാ പരിപാടിയൊക്കെ ചെയ്ത് വെച്ച് എന്താ പറയുക, ഇന്ന് ഉസ്താദ്മാർ ചിലവല്ലേ. അപ്പോൾ ഇന്നലെ തന്നെ ഒരുവിധം പണികളൊക്കെ കഴിച്ച് വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഒരു 5 മണീൻ്റെ മുമ്പായിട്ട് എണീച്ചിട്ടുണ്ട് കേട്ടോ. നിസ്കാരമൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാനിത് അടുക്കളയിലൊക്കെ വന്ന് അടുക്കളയൊക്കെ തുടച്ചിട്ട് ഇപ്പോൾ പണികളിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇന്നലെ കട്ട് ചെയ്ത് വെച്ച തക്കാളി സവാളൊക്കെയാണിത്. അപ്പോൾ ഇതാ ഗ്രീൻ പീസ് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഉരുളങ്കിഴങ്ങും കൂടിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 6 വിസിൽ വരുന്ന വരെ ഒന്ന് വിസിലടിപ്പിക്കാം കേട്ടോ. പിന്നെ ഇതാ മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേണ്ടിയില്ല, പാത്രം മുഴുവനായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വെള്ളപ്പം ഉണ്ടാക്കാം.
നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ചായ കുടിച്ചങ്ങാണ്ട് പോവാണ് കേട്ടോ. എങ്ങോട്ട് പോണേ? എടാപ്പുറത്തേക്ക് ബീച്ചിക്ക് പോവാം. വലയിടോ അല്ലേ? വേഗം വരുന്ന മീൻ വാങ്ങണം. മീൻ ഇന്നലെ കിട്ടിയിട്ടില്ല ഗായ്സ്. മീൻ ഇന്നലെ കിട്ടാത്തതുകൊണ്ട് ഒന്ന് വല ഇടുന്ന് പറഞ്ഞാണ് നിൽക്കാക്ക. പിന്നെ ആൾക്ക് പെട്ടെന്ന് തലകർക്ക് വന്നുകൊണ്ട് ഷുഗർ പെട്ടെന്ന് കുറയും, അല്ലെങ്കിൽ പെട്ടെന്ന് കൂടും, അങ്ങനെയാണ്. പിന്നെ ആൾ വല ഇടാൻ വേണ്ടിയിട്ട് പോകുന്ന പറഞ്ഞാൽ അപ്പോൾ പിന്നെ പോകാൻ കഴിഞ്ഞില്ല. ഞാനിതാ കടല ഇവിടെ വെച്ചിട്ടുണ്ട്. ഏകദേശം വേവാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉസ്താദുമാരുടെ ചിലവ് ദിവസം ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഒരു പ്രത്യേകത എന്താ പറയല്, ഒരു സന്തോഷമൊക്കെയാണ്. എന്നുവെച്ചാൽ നമ്മളൊരു എന്താ പറയുക, ഒരു വെള്ളിയാഴ്ച അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഒത്തുചേരുമ്പോൾ എങ്ങനെ ഒന്നായിട്ട് ഭക്ഷണം കഴിക്കലും പിന്നെ പെരുന്നാളൊക്കെ എങ്ങനെ അതുപോലെയാണ്. നമ്മളെ കൈകൊണ്ട് നമ്മൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരൊരു അൽഹംദുലില്ലാ വിളിച്ചാൽ അത് നമുക്ക് കിട്ടിയില്ലേ, അതിനെക്കാട്ടും വലിയ ഹൈറൊന്നും ഇല്ലല്ലോ. അപ്പോൾ ചില നാട്ടിലൊക്കെ ഇങ്ങനെ പൈസ കൊടുക്കലാണ്. പക്ഷെ നമ്മളിവിടെ എല്ലായിടത്തും ഇങ്ങനെ എന്താ പറയുക, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലാണ്. ഇപ്പോൾ ഞാനിവിടെ 2 നേരമാണ്. ഇതിന് മുൻപ് അനിയത്തിയാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത്. പക്ഷെ അവൾ 4 നേരം ഉണ്ടായിരുന്നു. നമ്മളിവിടെ രാവിലെയും ഉച്ചക്കും അതേപോലെ വൈകിട്ടത്തെ ചായയും, അങ്ങനെ 3 നേരം. അനിയത്തി ആകുമ്പോൾ പിന്നെ 4 നേരം ഉണ്ടായിരുന്നു. രാത്രിത്തെ ഭക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൾ പ്രസവത്തിന് പോയപ്പോൾ പിന്നെ ഞാനാണ് പിന്നെ ആ ചെലവ് നോക്കിയത്. പിന്നെ അവർ എന്താ പറയുക, രാവിലെ കുട്ടികൾ എന്താ പറയുക 4 ആളെ എല്ലാം കൂടിയിട്ട് എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ 2 നേരം കൊടുത്താൽ മതി എന്ന് പറഞ്ഞാണ് കേട്ടോ. അപ്പം നമ്മളെല്ലാ വീട്ടിലും ഉണ്ട്, എല്ലാവരും കൊടുക്കുന്നുണ്ട് കേട്ടോ മഹലിൽ. പിന്നെ ചിലർ ബുദ്ധിമുട്ടുള്ളവർ കൊടുക്കാത്തവരും ഉണ്ടാവും. രാവിലെ കോയിനൊക്കെ തുറന്നിട്ട് തീറ്റൊക്കെ കൊടുത്ത് ആളെ ചായട്ടും കഴിഞ്ഞിട്ട് ആൾ ബീച്ചിക്ക് പോയി. ഇനിയിപ്പോൾ ഇതൊക്കെ ചുട്ടെടുത്തിട്ട് വേണം. ഇപ്പം വരും, പള്ളിയിലത്തെ പാത്രമിട്ട് വരും. നല്ല മയക്കാറ് ഇട്ടീന് കേട്ടോ, നല്ല മയക്കാറ് വെച്ച്. കുട്ടികൾ ചായക്ക് പാത്രമിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതാ വെള്ളപ്പൊക്കെ റെഡി ആയിന്. ഗ്രീൻ പീസ് കറി, ചായ ഇതാ കട്ടൻ ചായയാണ് കേട്ടോ. ഇപ്പോൾ കട്ടൻ ചായ മതി എന്ന് പറഞ്ഞിട്ടാണ് കട്ടൻ ചായ ആക്കിയത് കേട്ടോ. അപ്പോൾ പാത്രമൊക്കെ നന്നായിട്ട് തേച്ചൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ ഇതൊക്കെ ആക്കി വെക്കണം. അപ്പം നമ്മൾ ആദ്യം വെള്ളപ്പാണ് എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ആദ്യം വെള്ളപ്പാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. കറിയാക്കാണെങ്കിൽ കടലക്കറിയാണ് കേട്ടോ. ഗ്രീൻ പീസ് കറി ഞാൻ പറഞ്ഞു. അപ്പോൾ 4 ആളുണ്ടായതുകൊണ്ട് നല്ല ക്വാണ്ടിറ്റി വേണ്ടിയത്. അപ്പോൾ അല്ലേ
കുട്ടികൾ ചായ ഒക്കെ കൊണ്ടുപോവാണ് കേട്ടാ. തടർന്ന് വീകില്ലല്ലേ? ശ്രദ്ധിച്ചു പിടിക്കണാ, പൊന്തിച്ചു പിടിക്കുമോനെ, മണ്ണി കുത്തല്ലേ. അപ്പോൾ കുട്ടികളൊക്കെ എന്താ പറയുക, ഉസ്താദുമാർക്കുള്ള ചായയൊക്കെ കൊണ്ടുകൊടുത്ത് വന്ന് ചായയൊക്കെ കുടിച്ച് ഞാനും ചായ കുടിച്ച്. പിന്നെ ഇതാ ഉച്ചത്തേക്കുള്ള ചോറിൻ്റെ കറിക്കായിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഇന്ന് വെട്ടിച്ചാണ് കേട്ടോ. ഇന്നലെ വെട്ടി വെച്ചത് രാവിലെ കറിക്കുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ മാർക്കറ്റിൽ പോയിട്ട് മീൻ കൊണ്ടുവന്നാണ് കേട്ടോ. സൂതമീനാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് വലിയ കഷ്ണങ്ങളാവുമ്പോൾ ഇങ്ങനെ ചെറിയൊരു കട്ട് ചെയ്തുങ്ങാണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തുങ്ങാണ്ട് പൊരിക്കാനും എടുക്കുക, ബാക്കിയുള്ള കറി വെക്കാനും എടുക്കാം. ഇതിപ്പം 350 രൂപേൻ്റെ മീനാണ് കേട്ടോ. ഇപ്പോൾ സാധാരണ നമ്മളിവിടെ പണിക്കൊക്കെ പോയിട്ട് ആൾ പണിക്ക് പോയി കൊണ്ടുവരുന്ന മീനാണ് നമ്മൾ കറി വെക്കാറ്. ചില നേരത്ത് തന്നെ പണിക്ക് പോകാഞ്ഞാലാണ് കടയിൽ നിന്ന് വാങ്ങല് കേട്ടോ. അപ്പോൾ നിക്കാക്ക പണിക്ക് പോയിന്, പിന്നെ ആൾ മഹരിബ് രാത്രിയൊക്കെ ആവും വരാനായിട്ട്. പിന്നെ അത് നേരെ വരെ നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലേ. ഇന്നലെ വെള്ളിയാഴ്ച, ഇന്നലെ പണിക്ക് പോകാത്തതുകൊണ്ട് തന്നെ കടയിലുണ്ടായതുകൊണ്ട് ഇന്നലെ പണിക്കും പോയിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇന്നലെ മീൻ കിട്ടാണ്ടെങ്കിൽ സുഖമാണ്, എന്നൊക്കെ ഉസ്താമാർക്ക് ചെലവിനുള്ള മീൻ കിട്ടും. അപ്പോൾ കണ്ടില്ലേ നല്ല വലിയ കഷ്ണങ്ങൾ. മീൻ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അവിടെ വീട്ടിൽ. ഇനിയിപ്പോൾ ഇത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കറിയും വെക്കണം, പൊരിക്കാൻ വേണ്ടിയിട്ട് എടുക്കണം. അപ്പോൾ അതാ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രത്തിൽ വെളുത്തുള്ളി ഇഞ്ചിയും ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല അലുവ കഷ്ണം പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലിട്ടിരുന്നു കേട്ടോ. കറി പാത്രത്തിലാണ് കേട്ടോ ഉണ്ടാക്കണത്. ഒറ്റ പാത്രത്തിൽ, ചെറിയ പാത്രത്തിലാവുമ്പോൾ തികയില്ല. 4 ആളുണ്ടായതുകൊണ്ട് പിന്നെ നമ്മളും കുട്ടികളൊക്കെ തികയില്ല കറിക്ക്. ഉള്ളിയും തക്കാളി മാറ്റിയിട്ടാണ് കേട്ടോ സൂതമീൻ കറി വെക്കണേ. ഒരു ചെറിയ കഷ്ണം പുളിയും കൂടിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ചോറൊക്കെ റെഡിയായി ഊറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ മീൻ കറി തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ കലക്കി കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് കൊടുക്കട്ടോ. കറി തിളച്ച് ഇനിയിപ്പോൾ കേബേജ് ഉണ്ടാക്കിയേക്കട്ടോ. പപ്പടത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഞാൻ വീട്ടിൽ ഇതേപോലെയാണ് കേട്ടോ കേബേജ് ഉപ്പേരിയുടെ എങ്ങനെ പറഞ്ഞുതരാൻ. തേങ്ങ, വെളുത്തുള്ളി, പിന്നെ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. ആ വെളുത്തുള്ളി ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കേബേജ് ഉപ്പേരിക്ക്. ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം മുളകച്ചാർ ഉണ്ടാക്കാനായിട്ട്. അച്ചാറിടാൻ പോവാണ് ഗൈസ്. ചെറുതായിട്ട് ചൂട് കുറവുണ്ടല്ലോ എണ്ണ. കുറച്ചും കൂടി ചൂടാവണം. അപ്പോൾ പച്ചമുളക് ഇട്ടെടുക്കട്ടോ. അപ്പോൾ പച്ചമുളകൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് 1 മിനിറ്റ് വേവിച്ചെടുക്കും. ഉലുവ ഒന്ന് ചേർത്തെടുക്കട്ടോ. ഇപ്പൊ തന്നെ നല്ല മണം മണക്കുന്നുണ്ട്. നല്ല സ്മെല്ലുണ്ടല്ലേ. ആവശ്യത്തിന് ഉപ്പൊന്ന് ചേർത്തെടുത്തിട്ട് ഇളക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ഒന്ന് ചേർത്തെടുക്കാം.
കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി ഒന്ന് ചേർത്തിട്ട് പുളിവെള്ളം ചേർത്തൊക്കെ. പുളിവെള്ളം ഒന്ന് ചേർത്തിട്ട് ബാങ്ക് വിളിക്കണം കേട്ടോ. പള്ളിക്ക് പോയിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഉസ്താമാര് ചോറിൻ്റെ പാത്രമായിട്ട് വന്നിന് കേട്ടോ. അപ്പോൾ ഇതാ മുളകച്ചാറുണ്ട് ഉസ്താമാർക്ക്, പിന്നെ കേബേജ് ഉപ്പേരി. അപ്പോൾ ഞാനിതാ പാത്രത്തിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് റെഡിയാക്കി വെച്ചിന്. ഇപ്പോൾ കറി വെച്ചെടുക്കാം. അപ്പോൾ ഒരാൾക്ക് 2 കഷ്ണം വെച്ചിട്ടാണ് കേട്ടോ പൊരിച്ചത് വെച്ചിന്. പൊരിച്ചതും കേബേജ് ഉപ്പേരിയും. ഉസ്താദുമാരെ പാത്രത്തിലെല്ലാം കൂടിയിട്ട് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പാത്രം കൂടിയിട്ട് വെച്ച് കൊടുത്താലേ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അച്ചാറാക്കിയിട്ടുണ്ട്. പപ്പടം പിന്നെ കവറിൽ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഫുള്ള് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് ആക്കി കൊടുക്കട്ടെ കേട്ടോ. പിന്നെ മോനെ നേരെ വൈകും, ഉസ്താദുമാർ കാത്ത് നിൽക്കണം. നിസ്കാരം കഴിഞ്ഞിട്ടേ മോനെ ഇങ്ങോട്ട് വന്നു കേട്ടോ. ചോറൊക്കെ റെഡിയായിന്. ഇപ്പോൾ ഇതാ കുട്ടികൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. വേഗം ചെയ്യില്ലേ. പോയി ഇനി കുട്ടികൾക്ക് വന്നിട്ട് വേണം ഭക്ഷണം കാട്ടി കൊടുക്കാൻ. അതുമാതിരിക്ക് വൈകുന്നേരം ഞാനിതവിടെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ചായക്കുള്ള കടി കേക്കാണിന്ന്. മുട്ട കേക്ക് എന്നറിയില്ല, മുട്ട ബേക്ക്, അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതാണ് കേട്ടോ നമ്മളെ ഒരു തുള്ളി ഓയിൽ പോലും വേണ്ടാത്ത മുട്ട കൊണ്ടിട്ടുള്ള സ്പഞ്ച് കേക്ക്. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് കേക്കാണ്. ഇത് ഉസ്താമാർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. കണ്ടില്ലേ, നമ്മൾ കുക്കറി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്.